രാഹുൽ ഗാന്ധിയെ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ വായടപ്പിക്കാൻ കോൺഗ്രസ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ തന്റെ പ്രസംഗത്തിനിടെ രാഹുലിനെ ബാലക് ബുദ്ധി എന്ന് വിളിച്ച് മോദി പരിഹസിച്ചിരുന്നു. ഇതിന് മറുപടിയായി വിവേകശൂന്യൻ എന്നാണ് മോദിയെ കോൺഗ്രസ് വിമർശിച്ചത്. എക്സിലൂടെയാണ് കോൺഗ്രസിന്റെ പരിഹാസം. നിരവധി വീഡിയോകളും ട്രോളുകളുമെല്ലാം മോദിക്കെതിരെ കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ട്. ആരാണ് വിവേകശൂന്യൻ എന്നറിയാമോ? അസംബന്ധം പറയുന്നവൻ എന്നാണ് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കോൺഗ്രസ് പറഞ്ഞത്. മോദിയുടെ പല വീഡിയോകളും ഇതിനൊപ്പം കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ട്. ഇതിലൊന്നിൽ താൻ ഒരിക്കലും കോളേജ് കണ്ടിട്ടില്ലെന്നാണ് മോദി പറയുന്നത്. ഇതേ വീഡിയോയിൽ തന്നെ തനിക്ക് ഫോട്ടോഗ്രാഫിക് ഓർമ്മയാണെന്ന് മോദി പറയുന്നതും കേൾക്കാം. എനിക്ക് ഫയലുകൾ മുഴുവനായി വായിക്കേണ്ട കാര്യമില്ല. ഫയലിനുള്ളിൽ എന്താണെന്നറിയാൻ എനിക്കത് വെറുതെ കണ്ണോടിച്ചു നോക്കിയാൽ മതി എന്നാണ് മോദി പറയുന്നത്. ഇത്തരത്തിൽ മോദി പറയുന്ന അബദ്ധങ്ങളെല്ലാം ചേർത്താണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ബാലക് ബുദ്ധി എന്ന് മോദി രാഹുലിനെ പരിഹസിച്ചത്. ലോക്സഭയിൽ ബാലിശമായ പെരുമാറ്റം നമ്മൾ കണ്ടു. കോൺഗ്രസ് എക്കോസിസ്റ്റം മുഴുവൻ ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന തിരക്കിലാണ്. ഈ ബാലക് ബുദ്ധി ചില സമയങ്ങളിൽ സഭയിൽ ആരെയെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, ചിലപ്പോഴൊക്കെ കണ്ണിറക്കുന്നു. 99 മാർക്ക് നേടി വീമ്പളക്കുന്ന ഒരു ആൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഓർക്കുന്നത്. തനിക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്നത് എല്ലാവരെയും കാണിക്കുന്നു. 99 മാർക്ക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അവനെ പ്രശംസിക്കുമ്പോൾ അവന്റെ ആത്മവിശ്വാസം ഉയരുന്നു. എന്നാൽ അധ്യാപകൻ കുട്ടിയോട് വന്ന് പറയുന്നു, നിനക്ക് ലഭിച്ചത് 100ൽ 99 അല്ല, മറിച്ച് 543ൽ 99 ആണെന്നാണ്. ഇപ്പോൾ ആ വിഡ്ഢി ബാലനോട് പരാജയപ്പെട്ടതിനുള്ള ലോക റെക്കോർഡാണ് അവൻ സ്ഥാപിച്ചതെന്ന് ആരാണ് വിശദീകരിക്കുക എന്നാണ് പ്രധാനമന്ത്രി മോദി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ 140 കോടി ഇന്ത്യക്കാർ നരേന്ദ്രമോദി സർക്കാരിനോട് തുംസെ ന ഹോ പയേഗ എന്നാണ് ജനങ്ങൾ പറഞ്ഞതെന്നായിരുന്നു പാർലമെന്റിൽ കോൺഗ്രസ് ഇതിന് നൽകിയ മറുപടി. അതേസമയം ലോക്സഭയിലെ NDAയുടെ വിജയത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിപക്ഷത്തിന് തങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ താല്പര്യമില്ലെന്നും ഓടിപ്പോകാൻ മാത്രമേ കഴിയൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. നുണകൾ പ്രചരിപ്പിക്കുന്നവർക്ക് സത്യം കേൾക്കാനുള്ള ശക്തിയില്ലെന്ന് രാജ്യം കണ്ടറിയുകയാണ്. അവർ ഉപരിസഭയെ അപമാനിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഭരണഘടനാ ദിനത്തെ എതിർക്കുന്ന ചിലർ പാർലമെന്റിൽ ഭരണഘടന വീശി പ്രതിഷേധിക്കുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അടുത്തിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റ് നിരവധി പ്രതിപക്ഷ MP-മാരും ഭരണഘടനയുടെ പകർപ്പ് വീശി പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതാണ് അദ്ദേഹം പരിഹാസത്തോടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, തങ്ങളുടേത് ഒരു 1/3 സർക്കാരാണെന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസത്തിനും അദ്ദേഹം മറുപടി നൽകിയിരുന്നു. തങ്ങളുടേത് 1/3 സർക്കാർ തന്നെയാണെന്നും 1/3 കാലാവധിയെ പൂർത്തിയായിട്ടുള്ളൂവെന്നും 10 വർഷത്തെ NDA ഭരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ ഭരണം തീരും വരെ ഈ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് സാരം.